ഹലോ നമസ്കാരം. ഹോലാവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫോർ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ എലിജിബിലിറ്റി റിക്വയർമെൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റ് ചെക്ക് ലിസ്റ്റാണ് പറയുന്നത്. ഓസ്ട്രേലിയയിലേക്ക് സ്റ്റുഡൻറ്റ് വിസ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണോ അല്ലയോ എന്ന് നോക്കാനായിട്ട് ഈ വീഡിയോ ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് വേണം, ഇപ്പോൾ ഈ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, ഇനി നിങ്ങൾക്ക് സാഹചര്യമുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടെ കുട്ടികൾ അടുത്ത കൊല്ലത്തേക്കാണ് പഠിച്ചിറങ്ങുന്നതെങ്കിൽ പേരൻസിന് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു സമയം ഈ വീഡിയോ തരും. നിങ്ങൾക്കത് കണ്ട് നിങ്ങൾക്കുള്ള ഡോക്യുമെൻറ്റ്സ് മുൻകൂട്ടി തയ്യാറാക്കി വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളൊരു ഏജൻസിയുടെ അടുത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ പലപ്പോഴും ഓസ്ട്രേലിയ വിസ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര പാടാണ് എന്ന് പറഞ്ഞവർ വേറൊരു കൺട്രിയെ പറ്റിയായിരിക്കും നിങ്ങളോട് കൂടുതൽ സംസാരിക്കുക. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റിയാൽ ദെൻ യു ആർ സേഫ്. ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ വിൽ ബിക്കം ഈസി. അപ്പോൾ ഇന്നത്തെ വീഡിയോ 6 ചാപ്റ്റേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈം ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതനുസരിച്ച് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതാത് ചാപ്റ്റേഴ്സ് കാണാനായിട്ട് എളുപ്പമാക്കി തരുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ഈ 6 ചാപ്റ്റേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിത് ബോർഡിൽ എഴുതുന്നുണ്ട്. ഒന്നാമത്തേത് അക്കാഡമിക്സ്, 2 ഏജ്, 3 ഫിനാൻസ്, 4 വിസ ലോജിക്, 5 സ്പോൺസേഴ്സ്, 6 ITR. ഇതെന്തൊക്കെയാണ് എന്നൊന്ന് പറയാം. ഒന്നാമത്തേത് അക്കാഡമിക്സ് എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് മാർക്കുള്ളവർക്കാണ് അഡ്മിഷൻ കിട്ടുക, അഡ്മിഷൻ കിട്ടിയാലും വിസ കിട്ടാനായിട്ടും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഐഡിയൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് എന്താണ്, അതുപോലെ എത്ര ഇയർ ഗ്യാപ്പ് വരെ അക്കാഡമിക് ഗ്യാപ്പ് എത്ര വരെ പറ്റും, അതുപോലെ ബാക്ക്ലോഗ്സിൻ്റെ എണ്ണം, ഇതൊക്കെയാണ് അക്കാഡമിക്സിൽ നമ്മൾ കവർ ചെയ്യുന്നത്. 2 ഏജ്, ഏത് പ്രായം വരെ ഉള്ളവർക്ക് വിസ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 3 ഫിനാൻസ്, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഇവിടെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു ഭാഗമാണ്. ഇതിനകത്ത് നമുക്ക് ടോട്ടൽ എത്ര ഫണ്ട് കാണിക്കണം, അതിൻ്റെ ലോജിക്ക് എന്താണ്, അതിൻ്റെ ഫോമുല എന്താണ്, കൂടാതെ ലിക്വിഡ് ഫണ്ടായിട്ട് നിങ്ങളുടെ കയ്യിൽ എത്രയുണ്ട്, ആനുവൽ ഇൻകം എത്രയായിട്ട് കാണിക്കണം സ്പോൺസേഴ്സിന്, ഇതൊക്കെയാണ് നമ്മൾ ഫിനാൻസ് സെക്ഷനിൽ കവർ ചെയ്യുന്നത്. 4-മത്തേത് വിസയുടെ ലോജിക്ക്. ഇപ്പോൾ ഈ കഴിഞ്ഞ 2 ഇൻടേക്കുകളിൽ എങ്ങനെയാണ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് കിട്ടിയ ഡേറ്റ അനലൈസ് ചെയ്തിട്ട് വിസ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങളുടെ ഒരു ഡീകോഡിംഗ് ആണ് വിസ ലോജിക്കിൽ പറയുന്നത്. 5 സ്പോൺസേഴ്സ്, ആർക്കൊക്കെയാണ് സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവരുടെ സ്പോൺസർ ആവാൻ പറ്റുന്നതെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ട ഫണ്ട് ആരെങ്കിലും നമുക്ക് സ്പോൺസർമാർ വേണം. ഈ ഫണ്ട് അവരെങ്ങനെ കാണിക്കാൻ പറ്റുന്നു എന്നുള്ളത്, അപ്പം അത് എങ്ങനെയാണെന്നുള്ള ഡെഫിനിഷനാണ് സ്പോൺസേഴ്സ് എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ പറയുന്നത്. ആൻഡ് 6 ITR, ഇൻകം ടാക്സ് റിട്ടേൺ എന്ന് പറഞ്ഞൊരു സെഗ്മെൻറ്റിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഗ്മെൻറ്റിലേക്ക് പോകാം. അക്കാഡമിക്സ്. എത്ര പെർസെൻറ്റേജ് മാർക്കുള്ളവരൊക്കെയാണ് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ കിട്ടുന്നത്? അപ്പോൾ ഇതിന് ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ് ആയിട്ടല്ല ഞാൻ പറയാൻ പോകുന്നത്. ബട്ട് ഇതിൽ താഴെ പെർസെൻറ്റേജ് ഉള്ളവർക്ക് വിസ റിജക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളിപ്പോൾ എലിജിബിലിറ്റി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 55% മുതൽ യൂണിവേഴ്സിറ്റീസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹെൽത്തി പ്രൊഫൈലിന് വേണ്ട പെർസെൻറ്റേജാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അത് 65% ആണ്. 65%-ൽ താഴെ മാർക്കുള്ളവർക്ക് വിസ കിട്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ വിസ റിജക്ഷൻ ഒരു ചാൻസ് വരുന്നുണ്ട്. വിസ ലോജിക് എന്ന് പറയുന്ന പോർഷനിൽ ഞാൻ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട 65% താഴെയാണ് ടോട്ടൽ മാർക്സ് അല്ലെങ്കിൽ ടോപ്പ് 4 സബ്ജക്ട്സിൻ്റെ മാർക്ക് വരുന്നതെങ്കിൽ ദർ ഇസ് എ ഹൈ ചാൻസ് ഓഫ് റിജക്ഷൻ. അപ്പോൾ പല ഫാക്ടേഴ്സ് നോക്കിയിട്ട് ഒരു പ്രൊഫൈലിന് സ്കോറിംഗ് സിസ്റ്റമാണ് കൊടുക്കുന്നത്. അപ്പം ആ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 65%-ൽ താഴെയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ വീക്കാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് BL എന്ന് എഴുതിയിരിക്കുന്നത് ബാക്ക്ലോഗ്സ് ആണ്. നമ്മൾ 10 ബാക്ക്ലോഗ്സ് വരെയുള്ള കേസുകൾക്ക് റിജക്ഷൻ വരുന്നത് കണ്ടിട്ടില്ല. അതിൻ്റെ താഴെ വരുമ്പോൾ ആണ് സേഫ്. അതിന് മേളിലേക്ക് പോയാൽ പ്രശ്നമാണ്. ഇനി ബാക്ക്ലോഗ്സ് എങ്ങനെയാണ് കൗണ്ട് ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ സെമസ്റ്റർ 1-ൽ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് പോയി, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് പോയി, നിങ്ങൾക്കത് സെമസ്റ്റർ 3-ലാണ് വീണ്ടും അപ്പിയർ ചെയ്യാൻ പറ്റുന്നത്. സെമസ്റ്റർ 3-ൽ നിങ്ങൾ അപ്പിയർ ചെയ്യാൻ നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവുന്നില്ല. സെമസ്റ്റർ 5-ലാണ് നിങ്ങൾ ആ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ക്ലിയർ ആവുന്നെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു ബാക്ക്ലോഗ് അല്ല 2 ബാക്ക്ലോഗാണ്. കാരണം ആ ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ആയില്ല, അപ്പോൾ 1. സെക്കൻഡ് അറ്റംപ്റ്റിൽ 3rd സെമസ്റ്ററിൽ ചെയ്യാമായിരുന്നു, അത് ക്ലിയർ ആയില്ല, അപ്പോൾ തന്നെ ബാക്ക്ലോഗ്സിൻ്റെ കൗണ്ട് 2 ആണ്. ഇങ്ങനെ കൗണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ബാക്ക്ലോഗ് സിസ്റ്റം. അപ്പോൾ അങ്ങനെയാണ് കവർ ചെയ്ത് നോക്കുമ്പോൾ എത്ര ടോട്ടൽ നിങ്ങൾ പഠിച്ചു തീർന്നപ്പോൾ ബാക്ക്ലോഗ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് നോക്കിയിട്ടാണ് ഇവർ
ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഇങ്ങനെയാണ് കൗണ്ട് നോക്കുന്നത്. അപ്പം ഇതും നോക്കുക. 10ൽ താഴെയാണെങ്കിൽ നല്ലത്, 10ൽ മേളിൽ പോയാൽ വീക്കാവും നിങ്ങളുടെ പ്രൊഫൈൽ. ഇപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ സംഭവിക്കുന്നില്ല. ഞാൻ പറയുന്നത് ബാച്ചിലേഴ്സ് കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് ട്രൈ ചെയ്യുന്നവർക്ക് ഈ ബാക്ക്ലോഗ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ ആണ്. അടുത്തത് ഇയർ ഗ്യാപ്പ് അക്കാഡമിക് ഇയർ ഗ്യാപ്പാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എത്ര ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ 10 ഇയേഴ്സ് വരെ കുഴപ്പമില്ല. പക്ഷേ 8 ഇയേഴ്സ് ആണ് ഐഡിയൽ വാല്യൂ. 8ന് മേളിൽ പോകുമ്പോൾ ഒരു ചെറിയ റിസ്ക് ചാൻസസ് ഉണ്ട്. ഇപ്പം 10 വരെ പോയാലും കുഴപ്പമില്ല. ഇപ്പം നമുക്ക് നോക്കാം, 16 വയസ്സാകുമ്പോൾ 10ാം ക്ലാസ് പാസ്സാവുന്നയാൾ 18ാം വയസ്സിൽ +2 പാസ്സാവുന്നു. ആൻഡ് ഒരു ബിടെക് ഡിഗ്രി ആണെങ്കിൽ 22ാം വയസ്സിൽ പാസ്സാവുന്നു. ഇനി അത് 23 വെച്ചു. പക്ഷെ 10 വർഷത്തേക്ക് അക്കാഡമിക് ഗ്യാപ്പ് ആയി കഴിഞ്ഞാൽ 33. 33 ഒരാൾ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ റിജക്ഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് പക്ഷേ ഞാൻ പറഞ്ഞ ഒറ്റ കണ്ടീഷൻ വെച്ചിട്ടല്ല, പല കാര്യങ്ങൾ നോക്കിയാണ്. പക്ഷേ ഐഡിയൽ കേസിൽ 33ന് പ്ലസ് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ റിസ്ക്കിയാണ്. അതിന് വേറൊരു ഫാക്ടർ കൂടിയുണ്ട്. പഠിച്ചു കഴിഞ്ഞ് കിട്ടുന്ന സ്റ്റേ ബാക്ക്. 35 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ആൾക്ക് പഠിച്ചു കഴിഞ്ഞ് സ്റ്റേ ബാക്ക് ഓസ്ട്രേലിയയിൽ കിട്ടുന്നില്ല ഫോർ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ്. മാസ്റ്റർ ബൈ റിസർച്ച് PhD ഒക്കെ ചെയ്യുന്നവർക്ക് സ്റ്റേ ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾ സാധാരണ ഏജൻസി വഴി അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ മാസ്റ്റർ ബൈ റിസർച്ചിനല്ല പോകാറ്. either ബാച്ചിലേഴ്സ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ പ്രോഗ്രാംസിനാണ് ഓസ്ട്രേലിയയിലേക്ക് അപ്ലൈ ചെയ്യാൻ പോകാറ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 33 വയസ്സിന് മേളിലുള്ളവർ അപ്ലൈ ചെയ്യേണ്ടതില്ല, റിജക്ഷന് ചാൻസ് ഉണ്ട്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റ് നോക്കാം. ഏജിൻ്റെ കാര്യമാണ്. ഞാൻ ഓൾറെഡി നേരത്തെ സെഗ്മെൻറ്റ് അവസാനം പറഞ്ഞു, എന്നാലും ഒന്ന് എടുത്തു പറയാം. ബാച്ചിലേഴ്സിന് 20 വയസ്സിന് മേളിലുള്ള ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാമിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ റിജക്ഷനുള്ള ചാൻസ് കൂടുതലാണ്. 21 ചിലവർ ITI പഠിച്ചതിന് ശേഷം പോളിടെക്നിക്കോ ഡിപ്ലോമയോ പഠിച്ചിട്ട് ബാച്ചിലേഴ്സിന് വരുന്നുണ്ട്. അത് കുഴപ്പമില്ല. പക്ഷേ 20, 21 എന്നൊക്കെയുള്ളതാണ് ഏകദേശ വാല്യൂ. ഇപ്പോൾ നിങ്ങൾ +2 കഴിഞ്ഞ് നേരെ പോവുകയാണെങ്കിൽ 20 വയസ്സിന് മേളിലുള്ള ഒരു ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് റിസ്ക് ഫാക്ടർ ഉണ്ട്. എന്തുകൊണ്ടാണ് എന്നുള്ളൊരു കാൽക്കുലേഷൻ നടക്കുന്നുണ്ട്. മാസ്റ്റേഴ്സിന് നമ്മൾ പറയുന്ന ഏജ് 32 ആണ്. 33 ആവുന്ന തൊട്ട് റിസ്ക് ആണ്. കാരണം 33 ആയി കഴിഞ്ഞ് നിങ്ങൾ 2 കൊല്ലത്തെ ഒരു പ്രോഗ്രാം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ പ്രായം 35 ആവും. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റേ ബാക്ക് കിട്ടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ ഇയർ ഗ്യാപ്പിൻ്റെ ലോജിക് കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ 32 ആണ് ഒരു സേഫ് ഏജ്. അതിൻ്റെ മേളിലേക്ക് മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുമ്പോൾ റിജക്ഷൻ ചാൻസസ് ഉണ്ട്. അടുത്തത് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ, ഫിനാൻസ്. ഫണ്ട് റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് കാണിക്കണം. ഓസ്ട്രേലിയ എഡ്യൂക്കേഷൻ ഈസ് എക്സ്പെൻസീവ്. അപ്പോൾ ഇതിന് വേണ്ട ഫണ്ട് നമുക്ക് കാണിക്കാൻ പറ്റണം. അതെങ്ങനെയൊക്കെയാണ് നോക്കുന്നത്? 3 ക്രൈറ്റീരിയസ് ആണ് നോക്കുന്നത്. ഒന്ന് ആനുവൽ ഇൻകം ഓഫ് ദ സ്പോൺസേഴ്സ് എന്നുള്ളത് 15 ലക്ഷമാണ് ഞങ്ങൾ നടത്തിയ റിസർച്ച് കൂടെ കണ്ടുപിടിക്കുന്നത്. 12 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളവർ തൊട്ട് ഓസ്ട്രേലിയൻ സ്റ്റഡീസിന് വെക്കാം. എങ്കിലും 15 ലക്ഷം രൂപയുടെ ആനുവൽ ഇൻകം കാണിക്കുന്നതാണ് ഒരു സേഫ് വാല്യൂ. ഞങ്ങൾ മാജിക് നമ്പേഴ്സ് എന്ന് പറയുന്നതാണ് ഇത് സേഫ് വാല്യൂ. അപ്പം നമുക്ക് ഒരു 100% കോൺഫിഡൻസോടെ പറയാൻ പറ്റുന്ന വാല്യൂസാണ് ഈ പറയുന്ന മാജിക് നമ്പേഴ്സ്. 15 ലക്ഷം രൂപയുടെ വാർഷിക വരുമാനം കാണിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഓസ്ട്രേലിയയിൽ പഠിക്കാൻ പോകുന്നത് വിസ റിജക്ഷൻ കിട്ടാനുള്ള സാധ്യത കുറവാക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രണ്ടാമത്തേത് ലിക്വിഡ് ഫണ്ട്സ്. അപ്പോൾ ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമുക്ക് പെട്ടെന്ന് ഡിസ്ബേഴ്സ് ചെയ്യാൻ, നമുക്ക് പെട്ടെന്ന് കയ്യിൽ എടുക്കാനുള്ള ക്യാഷ് എത്രയുണ്ട്, സേവിങ്സ് അക്കൗണ്ടിലായിട്ട് ഉള്ള മണി എത്രയാണ് എന്നുള്ളതാണ്. അതും നമ്മൾ 15 ലക്ഷം രൂപ എന്നാണ് പറയുന്നത്. 15 ലക്ഷം ഇത്രയും ഇന്ത്യൻ റുപ്പി കാണിച്ചാൽ മതി. അല്ലെ അതിൻ്റെ ഇക്വലൻ്റ് നിങ്ങളുടെ ഏത് രാജ്യത്താണോ, ഗൾഫിലാണെങ്കിൽ ഖത്തറിലാണെങ്കിലോ കുവൈറ്റിലാണെങ്കിലോ സൗദിയിലാണെങ്കിലോ അതാത് ബാങ്കുകളിൽ അതാത് റിയാലിലോ ദിനാറിലോ കാണിച്ചാൽ മതിയോ. ടോട്ടൽ ഫണ്ട്സ്, LF എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫണ്ടാണ്. നമുക്ക് ടോട്ടൽ എത്ര ഫണ്ട് കാണിക്കണം, ഈ ഷോ മണി എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് കാണിക്കേണ്ടത് എത്ര ഫണ്ടാണ്. ഇത് എഡ്യൂക്കേഷൻ ലോൺ ആവാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവാം, സേവിങ്സ് ആവാം, അല്ലെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷൻ ആവാം. ആൻഡ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് സേവിങ്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിലായിരിക്കണം, അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾഡ് ബാങ്കിലായിരിക്കണം. RBI റിസർവ് ബാങ്കിൻ്റെ അണ്ടറിൽ വരുന്ന ഏതെങ്കിലും ബാങ്ക് ആവണം. കോപ്പറേറ്റീവ് ബാങ്ക് പറ്റില്ല, പോസ്റ്റ് ഓഫീസിൻ്റെ ഫണ്ട് പറ്റില്ല, ട്രഷറിയിലെ ഫണ്ട് പറ്റില്ല. ഇറ്റ് ഷുഡ് ഓൾ കം ഫ്രം എ റെക്കഗ്നൈസ്ഡ് ബാങ്ക്. അപ്പോൾ ഈ നാട്ടിലാണെങ്കിൽ നമ്മുടെ റിസർവ് ബാങ്ക് അംഗീകരിച്ചിരിക്കുന്ന ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ലിസ്റ്റിലുള്ള ഒരു ബാങ്ക് ആയിരിക്കണം. നിങ്ങൾ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ അതാത് രാജ്യങ്ങളിലെ അപ്പെക്സ് ബാങ്ക് ഏതോ അവിടുത്തെ റിസർവ് ബാങ്ക് അംഗീകരിച്ചിരിക്കുന്ന ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ലിസ്റ്റിലുള്ളതാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം അതിലായിരിക്കണം ആ ഫണ്ട്. ആ ടോട്ടൽ ഫണ്ടിൽ നമ്മൾ പറയുന്ന എമൗണ്ട് 50 lakhs എന്നാണ്. അപ്പോൾ റൈമിംഗ് ആണ്. 15, 15, 50. ഇംഗ്ലീഷ് പറയുമ്പോൾ 15, 15, 50.
അത്രേ ഉള്ളൂ. ഈ 50-ൽ 15 ലക്ഷം രൂപ നമുക്ക് ലിക്വിഡ് ഫണ്ടായിട്ട് കാണിച്ചിട്ട് ബാക്കി വരുന്ന എത്രയാ? 35 ലക്ഷം രൂപ അല്ലേ? 35 ലക്ഷം രൂപ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ ലോണായിട്ട് കാണിച്ചാലും മതി. ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ എങ്ങനെയാകാം കേട്ടോ. ഇത് എഡ്യൂക്കേഷൻ ലോൺ ആവാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവാം, സേവിങ്സ് ആവാം. ഇതിൻ്റെ എല്ലാം കൂടെ കോമ്പിനേഷൻ സേവിങ്സിൽ ഒരു 15 ഇടുക, ബാക്കി ഇങ്ങനെ ആയാലും മതി. ഇനി മൊത്തം സേവിങ്സിലാണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കാണിക്കേണ്ടതെന്ന് നോക്കുക. പിന്നെ ഈ ഷെയർ മാർക്കറ്റിലെ ഫണ്ട്, അങ്ങനത്തെ ഫണ്ടൊന്നും ഇതിനായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഷെയർ മാർക്കറ്റിലെ ഫണ്ട് ബ്രേക്ക് ചെയ്തൊരു FD ആക്കി ഇടുവാണെങ്കിൽ അതാണ് വേണ്ടത്. അല്ലാതെ നിങ്ങൾക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ട്സും ഒക്കെ ആണെങ്കിൽ അസറ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് കാണിക്കാം. അതൊരു വേറൊരു ക്രൈറ്റീരിയ ആണ്. നമ്മൾ ഫിനാൻസിൻ്റെ കാര്യത്തിൽ ഈ 1, 2, 3 പറഞ്ഞിട്ട് അസറ്റ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് നമ്മുടെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒക്കെ ഉണ്ടാക്കി തരും. നിങ്ങളുടെ വസ്തുവകകൾ, നിങ്ങളുടെ വീട്, ഇരിക്കുന്ന സ്ഥലം, പറമ്പ്, നിങ്ങൾക്കുള്ള ആദായം, എന്തൊക്കെ പറമ്പുകളുണ്ടോ, ഇനി കാറ്, ഇങ്ങനെ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ചേർത്ത് ഒരു അസറ്റ് ഇവാലുവേഷൻ റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, ഷെയർ പോർട്ട്ഫോളിയോ, ഇതൊക്കെ അതിനകത്ത് കാണിക്കാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ ടോട്ടൽ ഫണ്ട് എന്ന് പറയുന്നതിനകത്ത് ഇറ്റ് ഷുഡ് ബി ഏതർ ലോൺ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആൻ എഡ്യൂക്കേഷൻ ലോൺ. പേഴ്സണൽ ലോണുകൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഗോൾഡ് ലോൺ അക്സെപ്റ്റ് ചെയ്യത്തില്ല, ഫിക്സഡ് ഡെപ്പോസിറ്റ്, സേവിങ്സ്, അങ്ങനെയാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ട് 50 തയ്ക്കണം എന്നുള്ളതാണ് നിയമം. അപ്പോൾ ഇത് കാലേ കൂട്ടി കണക്കാക്കി നിങ്ങൾ റെഡിയാക്കി വെച്ചാൽ ഓസ്ട്രേലിയയുടെ സ്റ്റുഡൻറ്റ് വിസ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഞാനിത് സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇതിനൊരു ഫോമുല എല്ലാവരും പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ വേറൊരു ഏജൻസിയോ ഏത് ഏജൻസിനെ കാണാൻ പോകുമ്പോഴും ടോട്ടൽ ഫണ്ട് എന്നുള്ള ഡെഫിനിഷൻ ശരിക്കും ഡിറ്റർമൈൻ ചെയ്യുന്നത് നിങ്ങളുടെ ട്യൂഷൻ ഫീ എത്രയാണ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് സിഡ്നിയിലാണ് പഠിക്കുന്നതെങ്കിൽ കൂടുതൽ ട്യൂഷൻ ഫീ ആവും. അപ്പോൾ അതിൻ്റെ കാൽക്കുലേഷൻ എക്സാക്ട്ലി എങ്ങനെയാണ് ടോട്ടൽ ഫണ്ട് ഷോ മണിയായിട്ട് കാണിക്കേണ്ടതെന്നുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ടോട്ടൽ ഫണ്ട് കാണിക്കേണ്ടത് 1 ഇയർ ട്യൂഷൻ ഫീ പ്ലസ് 1 ഇയർ ലിവിങ് എക്സ്പെൻസ് പ്ലസ് നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലസ് ഫ്ലൈറ്റ് ടിക്കറ്റ്. ഇതാണ് സാധാരണ പറയുന്ന കോസ്റ്റ്. അപ്പോൾ ഇത്രയും കോസ്റ്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്ത് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പം ഈ സാധാരണ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷണൽ ഓഫർ ലെറ്ററിൽ എത്രയാണ് നിങ്ങളുടെ ട്യൂഷൻ ഫീ എന്ന് പറയുക. അതിനകത്ത് സ്കോളർഷിപ്പ് കഴിഞ്ഞുള്ള ഫീസിനെ പറ്റി പറയാറില്ല, സ്കോളർഷിപ്പ് ഇല്ലാണ്ട് എത്രയാണ് ഫീസ് എന്നാണ് പറയുന്നത്. അൺകണ്ടീഷണൽ ഓഫർ ലെറ്റേഴ്സ് കിട്ടുമ്പോഴാണ് അതിനകത്ത് ഫീസ്, സ്കോളർഷിപ്പിന് ശേഷമുള്ള ഫീസ് പറയുന്നത്. അപ്പോൾ അത് കണ്ട് ഒത്തിരി പേര് പാനിക് ആവുകയും കൺഫ്യൂസ്ഡ് ആവുകയും ചെയ്യാറുണ്ട്. 10-20% സ്കോളർഷിപ്പ് മിക്ക യൂണിവേഴ്സിറ്റീസും ഇന്ത്യൻ സ്റ്റുഡൻസിന് കൊടുക്കുന്നുണ്ട്. അപ്പം അതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കണേ ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാം ഏതാണ് എന്ന് മെൻഷൻ ചെയ്ത് നിങ്ങളുടെ ലേറ്റസ്റ്റ് ക്വാളിഫിക്കേഷൻ എത്ര % മാർക്കുണ്ടെന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണ് ഫീസ് എന്നറിയാൻ പറ്റും. അപ്പോൾ ഡു ചെക്ക് ഔട്ട് അവർ വെബ്സൈറ്റ് holaworld.in. അതിൽ നിങ്ങൾക്ക് കയറുമ്പോൾ ഹോം പേജിൽ തന്നെ കാണിക്കുന്നുണ്ട് എത്രയാണ് നിങ്ങളുടെ ഫീസ് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത് നോക്കുക, ചെക്ക് ഔട്ട് ദാറ്റ്. അപ്പോൾ അതനുസരിച്ചാണ് 1 ഇയർ ട്യൂഷൻ ഫീ. അതിൽ നിങ്ങളിപ്പോൾ 3 കൊല്ലത്തെ പ്രോഗ്രാം ആണെങ്കിലും 1 ഇയറിലെ ട്യൂഷൻ ഫീ ആണ് കാണിക്കേണ്ടതായിട്ടുള്ളൂ. ബാച്ചിലേഴ്സ് പ്രോഗ്രാമിനൊക്കെ 2 ഇയേഴ്സ് കാണിക്കുന്നത് നല്ലതാണ്, എസ്പെഷ്യലി ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റികളിലും റാങ്കിങ് കുറവുള്ള യൂണിവേഴ്സിറ്റികളിലും. അപ്പോൾ നമുക്ക് അതിലേക്ക് എത്താം. ഇപ്പോൾ 1 ഇയർ ട്യൂഷൻ ഫീ ആവറേജ് ഒരു ഡീസൻറ്റ് യൂണിവേഴ്സിറ്റി, ഡീക്കിൻ, മക്വറി യൂണിവേഴ്സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഏകദേശം $36,000 ആണ് ആഫ്റ്റർ സ്കോളർഷിപ്പ് വരുന്ന ഫീസ്. അപ്പോൾ നമുക്ക് അത് തന്നെ കണക്കിലെടുക്കാം. 36K എന്ന് ഞാൻ എഴുതുവാണ്. ദിസ് ഈസ് ഓസ്ട്രേലിയൻ ഡോളേഴ്സ്. 1 ഇയർ ലിവിങ് എക്സ്പെൻസ് 29.78,000 AUD ആണ്. അപ്പോൾ ഞാൻ അതിനെ റൗണ്ട് ചെയ്ത് 30,000 AUD എന്ന് എഴുതുവാണ്. ഒരു കൊല്ലത്തെ ലിവിങ് എക്സ്പെൻസ്. ശരിക്കും ഇത്ര ലിവിങ് എക്സ്പെൻസ് ആവില്ല, പക്ഷേ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം, അവരുടെ കണക്കുകൾ പ്രകാരം ഏറ്റവും നന്നായി ജീവിക്കുന്ന ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് $30,000 ആണ് ചിലവ്. ഇനി ഹെൽത്ത് ഇൻഷുറൻസ്, 2 കൊല്ലത്തെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ തുക $1,800, 3 കൊല്ലത്തെ ഒരു ബാച്ചിലേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ $2,200 നമുക്ക് വരുന്ന ഹെൽത്ത് ഇൻഷുറൻസ് ഫീ. അപ്പം ഞാനിതിനൊരു 2,000 എന്ന് പറഞ്ഞ് റഫായിട്ടൊന്ന് ഇടുവാണ്. ആൻഡ് ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് വരുന്നത് ഏകദേശം $2,000 നമ്മൾ ഏറ്റവും അവസാന നിമിഷം ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ 1 ലക്ഷം രൂപ എന്ന് പറയാം. അപ്പോൾ നമുക്കത് നമ്മൾ നേരത്തെയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ $1,000 കിട്ടും. ഇപ്പം ഞാനിപ്പോൾ ഒന്ന് റൗണ്ട് ചെയ്ത് 1,000 എന്ന് എഴുതുകയാണ്. 2,000 ഏറ്റവും കൂടി വരുന്ന ഒരു ടിക്കറ്റ് പ്രൈസാണ്. 1,200, 1,300 ഒക്കെയാണ് മാക്സിമം പോകുന്നത്.
ഞാൻ ജസ്റ്റ് ഒന്ന് ആവറേജ് പിടിച്ച് ഇങ്ങനൊരു തുക എഴുതുകയാണ്. നമുക്കിത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ വരുന്നത് എത്രയാണ്? 66, 68, 69,000. ഇതാണ് നമുക്ക് കാണിക്കേണ്ട ഫണ്ട്. ഇതിനെ ഞാനൊന്ന് റൗണ്ട് ചെയ്യാണ് എല്ലാവരുടെയും എളുപ്പത്തിന്. ഞാൻ റൗണ്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുറയ്ക്കുമല്ല, ഇച്ചിരി കൂട്ടുകയാണ് ചെയ്യുന്നത്. $70,000 ഇതാണ് ഒരു ആവറേജ് യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്ന ഫണ്ട്. ഇനി ഫീസ് കുറവുള്ള യൂണിവേഴ്സിറ്റികളോ, ജെയിംസ് കുക്ക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് വോലങ്ങോങ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ഫീസ് കുറവുള്ള സൺഷൈൻ കോസ്റ്റോ അങ്ങനത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ്, സദേൺ ക്രോസോ ഒക്കെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫീസ് പിന്നെയും കുറയും. അപ്പം നമ്മളൊരു ഡീസൻറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതാണ് നമ്മുടെ ഓപ്ഷൻസിന് എപ്പോഴും നല്ലത്. എപ്പോഴും സീറ്റ്സ് കിട്ടണമെന്നില്ല. നമ്മൾ ലോ ഫീസുള്ള യൂണിവേഴ്സിറ്റീസ്, അതുപോലെ ലോ ഫീസുള്ള യൂണിവേഴ്സിറ്റീസ് ചിലപ്പോൾ നിങ്ങളുടെ അക്കാഡമിക് ക്രൈറ്റീരിയാസ് വെച്ച് ക്ലിയർ ആവണമെന്നില്ല. അപ്പം അങ്ങനെ പല കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ തയ്യാറെടുക്കേണ്ടത് ഒരു 70,000 വേണ്ടി എടുക്കുമ്പോൾ നമുക്ക് കുറച്ചധികം ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ട് കിട്ടും. അപ്പം 70,000 ഇന്നത്തെ ഒരു കൺവേർഷൻ വാല്യൂ വെച്ച്, ഇന്നിപ്പോൾ ജൂലൈ 2026 തുടക്കത്തിലാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ഒരു റേറ്റ് കൺവേർഷൻ വെച്ച് 66 റുപ്പീസാണ് $1. അപ്പോൾ അത് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 46.2 lakhs. അപ്പം നമുക്ക് 46 lakhs ഇന്ത്യൻ റുപ്പിയാണ് ഇപ്പോഴത്തെ ഒരു കൺവേർഷൻ. $70,000 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. പണ്ടൊക്കെ ഇത് 35 lakh എന്നുള്ള ഒരു 50 ആയിരുന്നു, 50 ഇന്ത്യൻ റുപ്പി ആയിരുന്നു ഒരു ഡോളർ. ആ ഒരു സമയത്ത് നമുക്ക് 35 lakh എന്ന് പറയായിരുന്നു ഫണ്ട്. ഇപ്പോൾ കറൻസി കൺവേർഷൻ വാല്യൂ ഒക്കെ മേളിൽ നിൽക്കുന്നതുകൊണ്ട് 46 lakhs ആണ് നമുക്ക് കാണിക്കേണ്ട ടോട്ടൽ ഫണ്ട്. ഇതിനെ നമ്മൾ ഒന്നുകൂടെ സേഫ് ആക്കിയിട്ടുണ്ട്. ഇതൊരു ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ 46 lakh എന്ന് പറഞ്ഞെങ്കിലും 50 lakhലേക്ക് തയ്യാറെടുക്കാനായിട്ട് നമ്മൾ പറയുന്നത് നമ്മുടെ ഫയല് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നിൽക്കാനും ഇച്ചിരി മുന്നോട്ട് നിൽക്കാനും വേണ്ടിയാണ്. ഇപ്പോൾ ബാച്ചിലേഴ്സ് കാണിക്കുന്ന കുട്ടികൾക്ക് ഒരു 50 lakh കാണിക്കുന്നത് നല്ലതാണ്. മാസ്റ്റേഴ്സ് കാണിക്കുന്ന സ്റ്റുഡൻസിന് ഒരു 45 തൊട്ട് 46 ഒക്കെ ഓക്കെയാണ് ആസ് പെർ കാൽക്കുലേഷൻ. പക്ഷെ ഞങ്ങൾ എല്ലാവരോടും ജനറിക്കായിട്ട് പറയുന്ന ഒരു വാല്യൂ 50 lakhൻ്റെ വാല്യൂ കാണിക്കുമ്പോൾ 100% ചാൻസ് ഉണ്ട് വിസ കിട്ടാനായിട്ട്. അപ്പോൾ ഇതിനായിട്ട് തയ്യാറെടുത്താൽ പിന്നെ നമുക്ക് ദുഃഖിക്കേണ്ട. നമ്മൾ ഏതായാലും ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ പ്രൊഫൈൽ ഷുഡ് സ്റ്റാൻഡ് ഔട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇനി നമ്മൾ വിത്തൗട്ട് സ്കോളർഷിപ്പാണ് നോക്കുന്നതെങ്കിൽ, ഇപ്പോൾ സ്കോളർഷിപ്പ് വരുമ്പോഴാണ് 36 സ്കോളർഷിപ്പ് കിട്ടാത്ത കുട്ടികൾക്ക് ഒരു 12,000 കൂടെ കൂടി വരും. അപ്പോൾ ഒരു 48,000 ആയിരിക്കും ടോട്ടൽ ട്യൂഷൻ ഫീ. അങ്ങനെ വരുമ്പോൾ 80,000 അറൗണ്ട് വരും. ഇപ്പോൾ 82,000 ഓസ്ട്രേലിയൻ ഡോളർ ആയിരിക്കും അങ്ങനെ വരുമ്പോഴത്തെ ഫീസ്. അതെന്ന് പറഞ്ഞാൽ 54 ലക്ഷം രൂപയാണ്, 54 lakh ആണ് അങ്ങനെ വരുന്ന ക്രൈറ്റീരിയയിൽ. ഇനി അതല്ലാണ്ട് നമുക്ക് ബാച്ചിലേഴ്സ് പ്രോഗ്രാമിൽ ഒന്നും കൂടെ സേഫ് ആക്കണമെന്ന് തോന്നുന്നവർക്ക് 2 ഇയറിലെ ട്യൂഷൻ ഫീ, അപ്പോൾ 36 പകരം 72. അപ്പോൾ ഈ ടോട്ടൽ വരുന്ന 70Kയുടെ കൂടെ ഒരു 36 കൂടെ വരുമ്പോൾ എത്രയാണ്? 105K ഏകദേശം വരും. ഇപ്പോൾ 105K ബാച്ചിലേഴ്സ് വരുന്നത്, ഇത് ഏറ്റവും മാക്സിമം കാണിക്കേണ്ട ഒരു തുകയാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കാണിക്കേണ്ടി വരില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഫണ്ട് ഏത് റേഞ്ച് നിൽക്കുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് റിസ്ക് എടുക്കാം. 105K ആണ് കാണിക്കുന്നതെങ്കിൽ 105Kയുടെ ഇക്വലൻ്റ് 70 lakhs ആണ്. അപ്പോൾ 70 lakhs കാണിച്ചാൽ ഏറ്റവും സേഫാണ് നിങ്ങളുടെ പ്രൊഫൈല്. ഞാൻ ജസ്റ്റ് ടോപ്പ് ടയർ എന്ന് പറഞ്ഞതാണ്. ടോപ്പ് ടയർ 105K ആണ്. 105Kയുടെ ഇക്വലൻ്റ് 70 lakh ഇന്ത്യൻ റുപ്പീസ്. ഒരു ഐഡിയൽ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു 75K എന്ന് പറഞ്ഞാൽ 50 lakhs ആണ്. അതായത് ഐഡിയൽ വാല്യൂ. മിനിമം വാല്യൂ നമ്മൾ ഈ പറഞ്ഞ പോലെ 70K കാണിച്ചിട്ട് 46 lakhs കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 റേഞ്ചും കിട്ടും. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള കാര്യം. ഞാൻ ജസ്റ്റ് അതൊന്നും കൂടെ ഒന്ന് റീഇറ്ററേറ്റ് ചെയ്യാം. ടോപ്പ് വാല്യൂ 105K AUD which is equivalent to 70 lakhs. Ideal 75K AUD which is equivalent to 50 lakhs. ഇതാണ് നമ്മുടെ മാജിക് നമ്പർ. ആൻഡ് മിനിമം 70Kക്ക് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ സേഫാണ് 45 lakhs ആസ് പെർ ഇന്ത്യൻ ഓസ്ട്രേലിയൻ ഡോളർ കറൻസി കൺവേർഷൻ ജൂലൈ 2026. ആനുവൽ ഇൻകം ഓഫ് ദ സ്പോൺസറിൻ്റെ ലോജിക് ഒന്ന് പറയാം. ആനുവൽ ഇൻകം ഓഫ് ദ സ്പോൺസർ 35% ഓഫ് ടോട്ടൽ ഫണ്ട് നമ്മൾ എന്ത് കാണിക്കുന്നോ അതിൻ്റെ 35% ആനുവൽ ഇൻകം എന്ന് പറയുന്ന ലോജിക്ക് പറയാറുണ്ട്. ചില യൂണിവേഴ്സിറ്റീസ് 40% ഓഫ് ടോട്ടൽ ഫണ്ടെന്നും പറയാറുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു ആവറേജ് വെച്ചിട്ട് നമ്മൾ 35% ഓഫ്
ടോട്ടൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ $70,000 ആണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ 35% 16,100 16,100 AUD ആണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം 10.6 lakhs ആണ്. അപ്പോൾ 11 lakhs ആണ് ഏകദേശം വേണ്ട വാല്യൂ ഫോർ ആനുവൽ ഇൻകം പ്രൈമറി സ്പോൺസേഴ്സിൻ്റെ കേട്ടോ. ആരാണ് പ്രൈമറി സ്പോൺസേഴ്സ് എന്നും ആരാണ് സെക്കൻഡറി സ്പോൺസേഴ്സ് എന്നും ഞാൻ ഉടനെ പറയാം. പിന്നെ ഈ ടോട്ടൽ ഫണ്ടിൻ്റെ 70-30 എന്ന് പറഞ്ഞൊരു റൂളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ 45 ലക്ഷം രൂപ അല്ലെ 80 ലക്ഷം രൂപയുടെ ടോട്ടൽ ഫണ്ട് 70-30 എന്ന് പറഞ്ഞൊരു റൂള് പറയുന്നുണ്ട്. ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ പരക്കെ പറയുന്ന ടേംസ് ആണ്. ഈ 70 ഷുഡ് ബി കമ്മിങ് ഫ്രം പ്രൈമറി സ്പോൺസേഴ്സ് ആൻഡ് 30% ക്യാൻ ബി ഫ്രം സെക്കൻഡറി സ്പോൺസേഴ്സ്. എന്ന് വെച്ചാൽ പ്രൈമറി സ്പോൺസേഴ്സിന് ടോട്ടൽ ഫണ്ട് കണ്ടെത്താൻ പറ്റുന്നില്ലെങ്കിൽ 30% സെക്കൻഡറി സ്പോൺസേഴ്സിൻ്റെ ഹെൽപ്പ് എടുക്കാം എന്നുള്ളതാണ്. വീണ്ടും ആകാംക്ഷ നിലനിർത്തിക്കൊണ്ട് പ്രൈമറി സ്പോൺസർ, സെക്കൻഡറി സ്പോൺസർ എന്നുള്ളത് അടുത്ത സെഗ്മെൻറ്റിൽ പറയുന്നതാണ്. അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 15 ലക്ഷം രൂപ വാർഷിക വരുമാനം, അത് ആനുവൽ ഇൻകം ഓഫ് പ്രൈമറി സ്പോൺസേഴ്സിൻ്റെ 11 ലക്ഷം, ബാക്കി 4 ലക്ഷം രൂപ സെക്കൻഡറി സ്പോൺസേഴ്സിൻ്റേതായിട്ട് കാണിച്ചാൽ മതി എന്നുള്ളതാണ് ആ റൂള്. അപ്പോൾ 11 + 4 15 അങ്ങനെ തികയും. അത് നോക്കിയാലും നമുക്കറിയാം ഇത് 70-30 വെച്ചിട്ട് തന്നെയാണ് അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ ഇവരെല്ലാം പറയുന്ന പല ടേംസ് ഓരോ യൂണിവേഴ്സിറ്റിയുടെ റൂൾസ് വായിച്ച് നോക്കിയിട്ട് അതിൻ്റെ ആവറേജ് കണ്ടെത്തിയിട്ടാണ് ഈ സേഫ് വാല്യൂ കണ്ടുപിടിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആർക്ക് റിജക്റ്റ് ചെയ്യാൻ തോന്നിയാലും, ഏത് ലോജിക്ക് വെച്ച് റിജക്റ്റ് ചെയ്യാൻ തോന്നിയാലും റിജക്റ്റ് ആവാത്ത മിനിമം സേഫ് വാല്യൂസാണ് ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അല്പം എഫോർട്ട് ഇട്ടിട്ടാണ് ഇത് ഞങ്ങൾ കണ്ടുപിടിച്ചതും ഇൻഡസ്ട്രിയിൽ ചർച്ച ചെയ്ത് തുടങ്ങിയതും. ഈ വാല്യൂ കേരളത്തിലെ മറ്റ് ഏജൻസികളും എല്ലാവരും പിന്തുടർന്ന് വരുന്ന ഒരു വാല്യൂ ആണ്. പലരും ട്രെയിനിങ്ങിന് ഉപയോഗിക്കുന്നതും ഇതേ വാല്യൂ തന്നെയാണ് കൗൺസിലേഴ്സിന്. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി വിശ്വസിക്കാം. ഇതിനായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത 1-2 വർഷത്തേക്ക് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ആഗ്രഹിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ കൂടാണ്ട് ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ കൈക്കലാക്കാൻ സാധിക്കും. ഇനി ലിക്വിഡ് ഫണ്ട് നിങ്ങളുടെ ടോട്ടൽ ഫണ്ടിൻ്റെ 40% ലിക്വിഡ് ഫണ്ട് കാണിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 40% ഓഫ് 50 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഏകദേശം 20 ലക്ഷം രൂപയോളം വരുന്നുണ്ട്. 80-ന് 40% 20 ലക്ഷം രൂപയാണ്. പക്ഷേ ഐഡിയലി ഒരു 15 ലക്ഷം രൂപ തൊട്ട് കാണിച്ചു കഴിഞ്ഞാലും സേഫാണ്. ഞാൻ പറഞ്ഞത് ഏറ്റവും വേഴ്സ്റ്റ് കേസ് സിനാരിയോ മാക്സിമം ഈ 40% ആയതുകൊണ്ട് 20 lakh ലിക്വിഡ് ഫണ്ട് കാണിക്കുന്നത് ഏറ്റവും സേഫസ്റ്റ് ആണ്. പക്ഷേ ഐഡിയലി ഒരു 15 ലക്ഷം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരുമാതിരിപ്പെട്ട യൂണിവേഴ്സിറ്റീസൊക്കെ തന്നെ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സെഗ്മെൻറ്റ്സും കവർ ചെയ്തു. അടുത്ത സെഗ്മെൻറ്റ് നോക്കാം. അടുത്തത് വിസയുടെ ലോജിക്കിനെ പറ്റിയാണ് പറയുന്നത്. ഇപ്പോൾ വിസ റിജക്ഷൻ വരുന്ന കുട്ടികളുടെ ഫയലും വിസ ഗ്രാൻഡ് കിട്ടിയ കുട്ടികളുടെ ഫയലും കൂടെ നോക്കി നമ്മളൊരു വാല്യൂസ് കണ്ടുപിടിച്ചേക്കുന്നതാണ്. ഒന്നാമത്തെ കാര്യം ഇയർ ഗ്യാപ്പ്. ഇപ്പം ബാച്ചിലേഴ്സിന് അഡ്മിഷൻ എടുക്കാൻ നോക്കുന്ന +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ നീറ്റിൻ്റെ റിസൾട്ടൊന്നും അപ്ലോഡ് ചെയ്യാണ്ട് വെറുതെ ഒരു 1 year പ്ലസ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ വിസ റിജക്ഷൻ്റെ ചാൻസ് ഹൈലി ആണ്. അപ്പം പ്രോപ്പർ എവിഡൻസ് വെച്ചില്ല നിങ്ങളുടെ പ്രൊഫൈല് ഭയങ്കരമായിട്ട് വീക്കാവുമ്പോൾ ഇയർ ഗ്യാപ്പ് അഥവാ 1 year ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സ്ട്രോങ് ആയിരിക്കണം. അക്കാഡമിക്സ് സ്ട്രോങ് ആയിരിക്കണം, നിങ്ങളുടെ ഫിനാൻസ് സൈഡ് സ്ട്രോങ് ആയിരിക്കണം. പക്ഷേ അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു ഫാക്ടറും കൂടെ വീക്കായാൽ അതും കൂടെ ഒരുമിച്ച് പ്ലേ ആകുമ്പോഴാണ് റിജക്ഷൻ വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു പോയിൻ്റാണ് നമ്മൾ പറയുന്നത് ഇയർ ഗ്യാപ്പ്. 2% ഓഫ് മാർക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ 65% എന്നുള്ളത്. ഇനി ഇയർ ഗ്യാപ്പിൻ്റെ കേസിൽ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവർക്ക് 8 വർഷം വരെയാണ് അക്കാഡമിക് ഇയർ ഗ്യാപ്പ്, അത് ഓർക്കുക. അല്ലെങ്കിൽ റീസെൻ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എക്സ്പീരിയൻസ് കാണിച്ചില്ലെങ്കിലും വിസ റിജക്ഷൻ വരും. നിങ്ങൾ എംപ്ലോയബിൾ പേഴ്സൺ അല്ലെങ്കിൽ പിന്നെ എന്തിനു വന്ന് പഠിക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരും. അപ്പം ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. മൂന്നാമത്തേത് നമ്മുടെ ബാക്ക്ലോഗിൻ്റെ നമ്പറാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു 10 താഴെ വേണം, 10-ന് മുകളിലേക്ക് പോയാൽ പ്രശ്നമാണ്. പിന്നെ കോഴ്സ് പ്രോഗ്രഷൻ അടുത്ത പോയിൻ്റാണ്. നിങ്ങൾ SOP നിന്നാണ് നിങ്ങൾ എന്താണ് പഠിച്ചത്, ഇനി എന്താണ് പഠിക്കാൻ പോകുന്നത്, ആ കോഴ്സ് പ്രോഗ്രഷൻ കറക്റ്റായിട്ടാണ്, അത് കയറിയാണോ പോകുന്നത്, അത് നല്ല ഗ്രാഫാണോ എന്നുള്ളതാണ് കോഴ്സ് പ്രോഗ്രഷനിലൂടെ ചെക്ക് ചെയ്യുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടോട്ടൽ ഫണ്ടാണ്. ടോട്ടൽ ഫണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു 50 lakh എന്നുള്ളത് മാക്സിമം അപ് ടു 70 lakh ഉണ്ടെങ്കിൽ നല്ലതാണെന്നും പറഞ്ഞു. ഇനി വേണ്ടത് ലിക്വിഡ് ഫണ്ടാണ്. ഇത് നമ്മൾ പറഞ്ഞത് 15 ലക്ഷം രൂപയെന്നാണ്. ഇത് മാക്സിമം 20 വരെ പോകുന്ന നല്ലതാണ്. മാക്സിമം അല്ല, എത്ര കൂടുതലുണ്ടോ അത്രയും നല്ലതാണ്. പക്ഷേ 15 to 20 15 ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക യൂണിവേഴ്സിറ്റീസിനും നല്ലൊരു വാല്യൂ ആണ്. പിന്നെ ആനുവൽ ഇൻകം ആണ്, അത് നമ്മൾ പറഞ്ഞു 15 ലക്ഷം രൂപ എന്ന് പറഞ്ഞിരുന്നു. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഏജ്
ഏജിൻ്റെ ഫാക്ടറും നമ്മൾ പറഞ്ഞു 33 ഫോർ ബാച്ചിലേഴ്സ് ആൻഡ് ഫോർ 32 ഞാൻ പറഞ്ഞത്, 32 33 ഓക്കെ, ആൻഡ് ഫോർ ബാച്ചിലേഴ്സ് 20 വയസ്സും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫാക്ടേഴ്സാണ് നോക്കുന്നത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ 2 ഫാക്ടർ ഇതുപോലെ ഇതിനകത്ത് ഏതെങ്കിലും 2 ഫാക്ടർ ഒരുമിച്ച് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിജക്ഷൻ 100% ഷുവറാണ്. ഇതാണ് നമ്മൾ കണ്ടേക്കുന്ന ലോജിക്ക്. ഒരെണ്ണം വന്നാൽ പോലും റിജക്ഷന് ചാൻസസ് ഉണ്ട് ബ്രിമ്മിലുള്ളവർ. പക്ഷേ ഇതിൽ 2 ക്രൈറ്റീരിയ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 100% വിസ റിജക്ഷനാണ്. അത് എനിക്ക് 100% ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാനത് കണ്ടതാണ് ഈ കഴിഞ്ഞ 2 ഇൻടേക്കിലെ ഫുൾ അനാലിസിസിൽ. ഇനി ഇതല്ലാണ്ട് ഈ കണ്ടീഷൻസ് 2 ബ്രേക്ക് ചെയ്തിട്ടും വിസ കിട്ടിയ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഇത് ഞങ്ങൾക്ക് 100% ഉറപ്പുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അടുത്തത് ടൈപ്പ് ഓഫ് സ്പോൺസേഴ്സ് പ്രൈമറി സ്പോൺസേഴ്സ് ഉണ്ടാവാം, സെക്കൻഡറി സ്പോൺസേഴ്സ് ഉണ്ടാവാം. പ്രൈമറി സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞാൽ അച്ഛൻ അമ്മ ആണ്, ഇമ്മീഡിയറ്റ് ഫാമിലി. സെക്കൻഡറി സ്പോൺസറായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്നത് അങ്കിൾ, ആൻറ്റി, ഗ്രാൻഡ് പേരൻസ്, സിബ്ലിങ്സ്, സ്പൗസിൻ്റെ പേരൻസ്, ഇവരൊക്കെയാണ് സെക്കൻഡറി സ്പോൺസർ കാറ്റഗറി വരുന്നത്. ഇനി പ്രൈമറി സ്പോൺസർ കാറ്റഗറിയിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നമുക്ക് സെക്കൻഡറി സ്പോൺസറിലുള്ള ഒരാളെ കൂടി പ്രൈമറി സ്പോൺസറായിട്ട് അവർ കൺസിഡർ ചെയ്യാറുണ്ട്. കേസ് ബൈ കേസ് ബേസിസിലാണ്. ഇനി സെക്കൻഡറി സ്പോൺസേഴ്സ് അൾട്രാ സ്ട്രോങ്, അൾട്രാ റിച്ച്, ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസ് ഒക്കെ ആണെങ്കിൽ പലപ്പോഴും അങ്ങനെയുള്ള കേസുകളും കൺസിഡർ ചെയ്യാറുണ്ട്. പക്ഷേ അല്ലാതെ നോർമൽ കേസുകളിൽ നമ്മൾ പറയുമ്പോൾ പ്രൈമറി സ്പോൺസേഴ്സ് അച്ഛൻ അമ്മയായിട്ട് തന്നെയാണ് എല്ലാവരും കണക്കിലെടുക്കുന്നത്. അപ്പോൾ പ്രൈമറി സ്പോൺസേഴ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, സെക്കൻഡറി സ്പോൺസറിൻ്റെ കാര്യം മനസ്സിലായത് 70-30 എന്നുള്ള റൂളുണ്ട്. അത് ടോട്ടൽ ആനുവൽ ഇൻകത്തിൻ്റെ കാര്യത്തിലായാലും ടോട്ടൽ ഫണ്ടിൻ്റെ കാര്യത്തിലായാലും. ഇനി ഏതൊക്കെ തരത്തിലുള്ള സ്പോൺസേഴ്സാണ്, ആ സ്പോൺസേഴ്സിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്നാണ് പെട്ടെന്ന് പറഞ്ഞു പോകാൻ പോകുന്നത്. ഒന്നാമത്തെ സെക്ഷൻ NRIs, നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ആണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻ്റ് ആണ്. അവർ സാലറീഡ് ആയിട്ടുള്ള NRIs ആണെങ്കിൽ അവരുടെ സാലറി, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പേ സ്ലിപ്പ് ഉണ്ടെങ്കിൽ നല്ലത്. പേ സ്ലിപ്പ് കിട്ടാൻ പാടാണെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ്. ഈ സാലറി സർട്ടിഫിക്കറ്റിൽ നമ്മുടെ ജോബ് ഡെസിഗ്നേഷൻ, ഏത് റോളിലാണ് ജോലി ചെയ്യുന്നത്, എന്തോരം ശമ്പളം ഉണ്ട് ഒരു മാസം, അതുപോലെ ജോയിനിങ് ഡേറ്റ്, എന്നാണ് ആ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തതെന്നും, സാലറി ആൻഡ് ഓൾസോ ഇൻ എ ലെറ്റർ ഹെഡ് ഓഫ് കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ തന്നെ ആയിരിക്കണം, സീലും ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടെങ്കിൽ സംഗതി വർക്കാവും. അപ്പോൾ സാലറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കമ്പനിയിലെ ആരെങ്കിലും ഒരു ലെറ്റർ ഹെഡിൽ എഴുതി തന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും. അതും ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും. പിന്നെ റെസിഡൻസി തെളിയിക്കാനായിട്ട് ആ രാജ്യത്തെ കാമയോ ആ രാജ്യത്തെ റെസിഡൻസി കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒന്ന്, പ്ലസ് നിങ്ങളുടെ പാസ്പോർട്ട്. അത് പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആണ് പേരൻറ്റിൻ്റെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ NRI എന്നുള്ള രീതിയിൽ നിങ്ങളുടെ നമ്മുടെ ഇൻകം തെളിയിക്കാനും നിങ്ങളുടെ സ്പോൺസർഷിപ്പ് സ്റ്റാറ്റസ് തെളിയിക്കാനും പറ്റുന്നതാണ്. അപ്പോൾ ഈ NRIക്കകത്ത് നമുക്ക് ഗൾഫ് ഏരിയ ഏതും ആയിക്കോട്ടെ, GCC കൺട്രീസ് ആയിക്കോട്ടെ, ഇസ്രായേൽ ആയിക്കോട്ടെ, എല്ലാം പറ്റും. ഇനി ഓസ്ട്രേലിയൻ സ്പോൺസേഴ്സിൻ്റെ ആണെങ്കിൽ ഡോക്യുമെൻറ്റിൽ ഒരു ശകലം വ്യത്യാസമുണ്ട്, അത് എന്താണെന്നുള്ളത് പറയാം. അപ്പോൾ NRI സെഗ്മെൻറ്റ് കഴിഞ്ഞു. അടുത്തത് ഇന്ത്യയിൽ സാലറീഡ് ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ, ഇന്ത്യൻ സ്പോൺസേഴ്സ് ആണെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്. സാലറീഡ് ആയിട്ടുള്ള പേരൻസ് ആണെങ്കിൽ ITR മാൻഡേറ്ററി ആണ്. 2 വർഷത്തേതെങ്കിലും 3 വർഷത്തേതാണ് ഐഡിയൽ. അപ്പോൾ അത് ഓർക്കുക. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അതിനകത്ത് ITR 1 to 7 എന്ന് പറഞ്ഞ 7 കാറ്റഗറികളുണ്ട്. നിങ്ങളുടെ കാറ്റഗറി ഏതാണെന്ന് മനസ്സിലാക്കി കറക്റ്റായിട്ട് ഫയൽ ചെയ്യുക. ഫോം 16 ഉണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യും ചില യൂണിവേഴ്സിറ്റീസൊക്കെ. പക്ഷേ ഫോം 16 ഉള്ളവർക്ക് ITR കൂടെ ഫയൽ ചെയ്യുന്നതാണ് നല്ലത് ഫോർ മേക്കിംഗ് യുവർ ആപ്ലിക്കേഷൻ സ്ട്രോങ്ങർ. ഇപ്പോൾ ഫോം 16 എന്ന് പറഞ്ഞാൽ കമ്പനി തന്നെ നിങ്ങളുടെ ഡിഡക്ഷൻസും കാര്യങ്ങളും ഒക്കെ തയ്യാറാക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നൊരു പേപ്പറാണ്. ഗവൺമെൻറ് ജോലിക്കാർക്ക് ഈ ഫോം 16 കൊടുക്കാറുണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന്. അതിനുശേഷമാണ് ടാക്സ് ഫയൽ ചെയ്യേണ്ടത്. അപ്പോൾ ITR ഇതിന് 7 സെഗ്മെൻറ്റായിട്ട് ITR 1 2 3 4 5 6 7 ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ സ്ക്രീനിലൊന്ന് കാണിക്കാം. അപ്പോൾ ആ കാറ്റഗറി ഏതാണെന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഏതാണെന്ന് നോക്കി ഫയൽ ചെയ്യുക. ITRനോടൊപ്പം സാലറി ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, സാലറി അക്കൗണ്ടിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, പേ സ്ലിപ്പ് കിട്ടുവാണെങ്കിൽ നല്ലതാണ്. ഇല്ലെങ്കിൽ ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ITRും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരു സാലറി സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ഒരു ഓഫർ ലെറ്ററോ ജോയിനിങ് ലെറ്ററോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. മോർ ദ ഡോക്യുമെൻറ്റ്സ് അത്രയും നല്ലതാണ്. ഇനി ഇന്ത്യൻ ബിസിനസ്സുകളാണെങ്കിൽ എന്താണ് വേണ്ടത്. ഇന്ത്യൻ ബിസിനസ്സുകളാണെങ്കിൽ ബിസിനസ് രജിസ്ട്രേഷൻ ഡോക്യുമെൻ്റ് ആവശ്യമാണ്. ഇന്ത്യൻ ബിസിനസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് അതും ITR മാൻഡേറ്ററി ആണ്. ITR പിന്നെ
വലിയ കമ്പനികളാണെങ്കിൽ GST രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ചെറിയ കമ്പനികളാണെങ്കിൽ GST ഇല്ലാത്തവരാണെങ്കിൽ വിഷമിക്കേണ്ട. നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഒരു രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റും അതിന് രജിസ്ട്രേഷൻ ഡോക്യുമെൻ്റ് ഞാൻ ഇടുവാണ്. അത് മുനിസിപ്പാലിറ്റിയിൽ നിന്നോ പഞ്ചായത്തിൽ നിന്നോ ഉള്ളതായിരിക്കാം. ഇതാണ് അടുത്തത്. പിന്നെ കറണ്ട് അക്കൗണ്ടാണ്. സാധാരണ ബിസിനസ്സുകൾക്ക് കറണ്ട് അക്കൗണ്ടാണുള്ളത്. അപ്പോൾ കറണ്ട് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നല്ലത്. ഇനി കറണ്ട് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ആ സേവിങ്സ് അക്കൗണ്ട് കാണിച്ചാലും മതി. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഒരു പ്രോപ്പർ ബിസിനസ്സാണ്, കറണ്ട് അക്കൗണ്ട് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പോൾ കറണ്ട് അക്കൗണ്ട് ഇല്ലാത്തവർ കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ബിസിനസ്സിനെ കറക്റ്റായ ചാനലിൽ കൂടെ തന്നെ ചെയ്ത് കാണിക്കുക. ആൻഡ് പുതിയ ഒരു കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ പഴയത് സേവിങ്സിലായിരുന്നു എന്ന് പറഞ്ഞ് സേവിങ്സിൻ്റെ നമുക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൂടി സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അടുത്തത് അഗ്രികൾച്ചർ ഏണിംഗ് ഉള്ള സ്പോൺസേഴ്സാണ്. അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ വില്ലേജ് ഓഫീസറിൻ്റെയോ അല്ലെങ്കിൽ തഹസിൽദാറിൻ്റെയോ ലെറ്ററാണ് വേണ്ടത്. ആ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ലെറ്ററാണ് വേണ്ടത്. അപ്പോൾ ഈ 2 ലക്ഷത്തിൽ താഴെയുള്ള അഗ്രികൾച്ചർ ഇൻകം നിങ്ങൾ ITR ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വില്ലേജ് ഓഫീസറിൻ്റെ ഒരു ലെറ്റർ മതിയാവും. പക്ഷേ 2 ലക്ഷത്തിന് മുകളിലുള്ള വലിയ ഏല കർഷകരെ അല്ലെങ്കിൽ റബ്ബർ കർഷകർ, കുരുമുളക് കർഷകരൊക്കെ ആണെങ്കിൽ അതാണ് നിങ്ങളുടെ മേജർ സോഴ്സ് ഓഫ് റവന്യൂ എങ്കിൽ അത് തഹസിൽദാറിൻ്റെ കയ്യിൽ നിന്ന് പട്ടയമുള്ള ഭൂമിയുള്ളവർക്ക് മാത്രമേ അങ്ങനത്തെ ലെറ്റർ കിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ അങ്ങനത്തെ ലെറ്റർ മാൻഡേറ്ററി ആണ്, കാരണം ഈ ഇൻകം ഒറിജിനലാണെന്ന് കാണിക്കാൻ. അതുപോലെ തന്നെ GST ബില്ലുകൾ കാണിക്കണം. നമുക്ക് ഒരുപാട് ഫണ്ട് അഗ്രികൾച്ചറിൽ നിന്ന് ഇൻകം കാണിക്കുന്നുണ്ടെങ്കിൽ GST ബില്ലുകൾ, നമ്മൾ ഏലക്ക, അടയ്ക്ക, കുരുമുളക് ഇതൊക്കെ വിൽക്കുന്നതിൻ്റെ GST ബില്ലുകൾ അത് അക്കൗണ്ടിലേക്ക് വരുന്നതും കാണിക്കുക. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ കാണിക്കണം. 3, വില്ലേജ് ഓഫീസറിൻ്റെയോ അല്ലെങ്കിൽ തഹസിൽദാറിൻ്റെയോ ഒരു ലെറ്ററാണ് വേണ്ടത്. തഹസിൽദാറിൻ്റെ ഓഫീസിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ ഉള്ള ലെറ്റർ. ഇത്രയും കാര്യങ്ങൾ അഗ്രികൾച്ചറിന് വേണ്ടി തയ്യാറാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമമില്ലാതെ ITR ഫയൽ ചെയ്യാനും സാധിക്കും. വിസയ്ക്ക് നല്ല പ്രൂഫോടെ നമുക്ക് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യാനും സാധിക്കും. അടുത്ത ടൈപ്പ് ഓഫ് സ്പോൺസറാണ് XNRI. ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കി നാട്ടിൽ വന്ന് റിട്ടയർമെൻറ്റ് ലൈഫ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവരുടെ മക്കളെ ഓസ്ട്രേലിയ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അങ്ങനെയുള്ളവർക്ക് ഫണ്ട് സേവിങ് ഒരു കോപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെങ്കിൽ നാട്ടിലേതെങ്കിലും നല്ല പലിശ കിട്ടുന്ന ഫെഡറൽ ബാങ്കോ ഷെഡ്യൂൾ ബാങ്ക് ഏതെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പലിശ വരുന്നതിൻ്റെ ഇൻകം നിങ്ങൾക്ക് കാണിച്ച് ITR ഫയൽ ചെയ്യാം. അപ്പോൾ ആ ഇൻകം മാത്രം നല്ലതല്ല, അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അഗ്രികൾച്ചർ ഇൻകമോ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ് ഇൻകമോ അല്ലെങ്കിൽ ഒരു ചെറിയ സാലറീഡ് ഇൻകമോ കാണിക്കും. അപ്പോൾ അങ്ങനെ സാലറീഡ് ഇൻകമൊക്കെ കാണിക്കുകയാണെങ്കിൽ ലാസ്റ്റ് 6 മാസം ജോലി ചെയ്യുന്നതായിട്ട് കാണിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനത്തിലൊക്കെ ആണെങ്കിലും പോയി ഒന്ന് ഹെൽപ്പ് ചെയ്ത് കുറച്ച് ശമ്പളം മേടിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. നിങ്ങളുടെ പ്രൊഫൈലിനെ മക്കളുടെ വിസ സക്സസ് ചാൻസ് കൂട്ടാൻ വേണ്ടിയാണ്. പക്ഷേ ഇപ്പം 1 കോടി രൂപ അല്ലെങ്കിൽ 2 കോടി രൂപയൊക്കെയാണ് നിങ്ങളുടെ അക്കൗണ്ടിലുള്ളതെങ്കിൽ 2 കോടി രൂപയ്ക്ക് ഒരു 8% പലിശ വെച്ച് നമ്മൾ കണക്കാക്കിയാൽ തന്നെ 16 ലക്ഷം രൂപ ഒരു വർഷം ആനുവൽ ഇൻകമായിട്ട് കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അത് തന്നെ ഒരു ജെന്യുവിൻ എമൗണ്ട് ഓഫ് ഇൻകം ആയിട്ടുണ്ട്. നിങ്ങളത് നോക്കാം. കേസ് ബൈ കേസായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽസ് ഏത് തരത്തിലായാലും നമുക്ക് ചെയ്യാം. ഫണ്ട് നമുക്ക് ജെന്യുവിനായിട്ട് കാണിക്കാൻ പറ്റിയാൽ മതി. അപ്പോൾ അതിനൊക്കെ ഉള്ള സൊല്യൂഷൻസ് നമുക്ക് പറഞ്ഞുതരാം. നമ്മളുടെ ടീം GS റിക്വയർമെൻറ്റ് ടീംസ് വളരെ ശക്തമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ചാർട്ടേഡ് അക്കൗണ്ടൻസുമായിട്ട് ക്ലോസ് ആയിട്ട് സംസാരിക്കും. നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ITR ഫയൽ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇനി അവസാനമായിട്ടുള്ളത് ഓസ്ട്രേലിയൻ സ്പോൺസേഴ്സ് ആണെങ്കിലാണ്. അപ്പോൾ ഓസ്ട്രേലിയൻ സ്പോൺസേഴ്സ് ആണെങ്കിൽ ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഫോം ഉണ്ട്, നമ്മൾ അയച്ചു തരാം. നിങ്ങൾ സെർച്ച് ചെയ്താലൊക്കെ കിട്ടും. ആ സ്റ്റാറ്റ്യൂട്ടറി ഡിക്ലറേഷൻ ഫോമിൽ ഞാൻ സ്പോൺസർ ചെയ്യാൻ റെഡിയാണ്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയിലുള്ള അങ്കിളായിരിക്കും മിക്കവാറും നെഫ്യൂവിനും നീസിന് വേണ്ടി എഴുതുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതി ഒരു ഫാർമസിസ്റ്റിൻ്റെയോ ഒരു ഡോക്ടറിൻ്റെയോ അതായത് രജിസ്ട്രേഷൻ ലൈസൻസ് ഉള്ള ആരെങ്കിലും ഒപ്പിട്ട് ആ ഡോക്യുമെൻ്റ് എടുത്ത് നമുക്ക് തന്നാൽ മതി. അതാണ് ഓസ്ട്രേലിയൻ സ്പോൺസറിന് അഡീഷണലായിട്ട് വരുന്നത്. അതർ ദാൻ ഇൻകം കാണിക്കുന്നത് പേ സ്ലിപ്പ് ആവാം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും വേണം, 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നിങ്ങളുടെ സാലറി വരുന്ന പോർഷൻ തന്നെ ജനറേറ്റ് ചെയ്ത് അങ്ങനെ സെർച്ച് ചെയ്ത് അങ്ങനെ തന്നാലും കുഴപ്പമില്ല. 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് സാലറി റിഫ്ലക്റ്റ് ആവുന്നത് നമുക്ക് ഒരു ലെറ്റർ ഹെഡ് നിങ്ങളുടെ ബാങ്കിൻ്റെ ലെറ്റർ ഹെഡിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ദാറ്റ് ഈസ് വെരി യൂസ്ഫുൾ. അത് വേണം. പേ സ്ലിപ്പ് കമ്പനിയിൽ നിന്നും ഒരു ജോയിനിങ് ലെറ്ററോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഓഫർ ലെറ്ററോ ആ കമ്പനി ജോലി ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ലെറ്ററും കൂടി ഉണ്ടെങ്കിൽ അത് സൂപ്പർ ഡോക്യുമെൻ്റ് ആണ്. അതാണ് ഓസ്ട്രേലിയയിലുള്ള സ്പോൺസേഴ്സിനെ പറ്റി പറയാം. XNRIയുടെ കേസും നമ്മൾ സംസാരിച്ചു. പെട്ടെന്ന് 2 കാര്യം കൂടെ പറയാം. ITR 7 തരം ഉണ്ടെന്ന് പറഞ്ഞു. ITR 1 ആണ് ഫയൽ ചെയ്യുന്നതെങ്കിൽ സാലറി, പെൻഷൻ, ഒരു റെൻ്റൽ ഹൗസ് ഹോൾഡ് ഇൻകം ആയിട്ട് കാണിക്കുന്നവർക്ക് ITR 1 ആണ് ചെയ്യുന്നത്. ITR 2 ചെയ്യുന്നവർ റെൻറ്റും അഗ്രികൾച്ചർ ഇൻകവും മാത്രം കാണിക്കുന്നവർക്ക് അത് നല്ലതാണ്. ITR 3 ഫയൽ ചെയ്യുന്നത്
വലിയ ബിസിനസ്സുകൾ, അതിന് ഓഡിറ്റിങ്ങും പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ഉള്ള ഒരു ITR 3 ആണ്. ITR 4 സ്മോൾ ബിസിനസ് വിത്ത് 5000 രൂപ വരെയുള്ള അഗ്രികൾച്ചർ ഇൻകം ആണെങ്കിൽ ITR 4 ആണ്. ITR 5 ആണെങ്കിൽ LLP അങ്ങനെയുള്ള വലിയ കമ്പനികൾക്ക് LLP രജിസ്ട്രേഷനൊക്കെ ഉള്ള കമ്പനികളാണ് ITR 5. ITR 6 കമ്പനീസിന് വേണ്ടിയുള്ളതാണ്. ITR 7 ട്രസ്റ്റ്, NGO ഇങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. സ്ക്രീൻ കൊടുത്തേക്കാം. ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്ത് നിങ്ങളുടെ ചാർട്ടേഡ് അക്കൗണ്ടിനായിട്ട് കണ്ട് ITR ഫയൽ ചെയ്യുക. ITR ഫയൽ ചെയ്യുമ്പോൾ ഓരോ മാസത്തെ ഗ്യാപ്പ് ഇട്ടെങ്കിലും ITR ഫയൽ ചെയ്യുക. സെയിം ഡേറ്റ് ഫയൽ ചെയ്യുന്ന ITRs പ്രോബ്ലമാണ്. സെയിം ഇയർലി ഫയൽ ചെയ്യുന്ന ITRും ചില യൂണിവേഴ്സിറ്റികൾ പ്രശ്നം പറയാറുണ്ട്. കഴിവതും ഒരു മാസം ഗ്യാപ്പ് ഇട്ടെങ്കിലും ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ റിസ്ക്കുകൾ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ GSTയുടെ കേസിൽ 20 ലക്ഷം രൂപ വരെ സർവീസ് ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ 20 ലക്ഷം രൂപ വരെ ഉള്ള ടേൺ ഓവർ വരുന്നതിന് GST എടുക്കണമെന്നില്ല. അപ്പം GST ക്രോസ് ചെയ്യുന്ന ഇപ്പോൾ 20 ലക്ഷത്തിന് മേളിൽ സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ GST മാൻഡേറ്ററി ആയിട്ട് വേണ്ട ഒരു ഡോക്യുമെൻ്റാണ്. 40 ലാഖിൻ്റെ ഇൻകം വരെയാണ് ഗുഡ്സ് ആണെങ്കിൽ, നിങ്ങൾ കച്ചവടക്കാരൊക്കെ ആണെങ്കിൽ 40 ലാഖ് വരെയുള്ള ടേൺ ഓവറിന് GST എടുക്കേണ്ടതില്ല. 40 ലാഖ് ക്രോസ് ചെയ്താൽ GST എടുക്കണമെന്നാണ് നിയമം. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയും അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കാനും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് ഇതിനുവേണ്ടി നിങ്ങളൊന്ന് തയ്യാറെടുത്ത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസ ഈസിയാക്കാം. ഞങ്ങളുമുണ്ട് നിങ്ങളുടെ കൂടെ. എന്ത് സംശയങ്ങൾ ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ്റ് വിസയെ പറ്റി ഉണ്ടെങ്കിലും ഹോലാവേൾഡിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ളത് ഫോം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ നമ്പേഴ്സും ഫ്ലാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതാണോ കൺവീനിയൻറ്റ് അങ്ങനെ ചെയ്തോളൂ. ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. Thank you. This is Jasmine signing out from Holaworld.